കണ്ണൂരിനെ അടിച്ച് വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കാൻ യതീഷ് ചന്ദ്ര എന്ന പോലീസ് ഓഫീസർ വീണ്ടും എത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ യതീഷ് ചന്ദ്ര ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ സഹാക്കന്മാർ സഹിക്കുമോ? നേരത്തെ നമ്മൾ കണ്ണൂർ തന്നെ യതീഷ് ചന്ദ്രയെ കണ്ടിരുന്നു. അത് കോവിഡ് കാലത്തായിരുന്നു. കോവിഡ് കാലത്ത് സർക്കാരിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കി അന്ന് വെച്ചിരുന്ന നടപടിക്രമങ്ങൾ വളരെ കർശനമായിട്ട് നടപ്പിലാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലക്കാണ് അദ്ദേഹത്തെ കണ്ടത്. അതിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അങ്ങനെയാണ്. നിയമത്തെ മുറുകെ പിടിക്കുകയും നിയമത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന ഒരു ഇമേജാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം കണ്ണൂരിലേക്ക് വരുന്ന സമയത്ത് കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിക ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു പ്രദേശമായിട്ടാണ് അതിനെ കണക്കാക്കിയിരുന്നത്. മനുഷ്യർക്ക് കുറേശ്ശെ ബോധമുണ്ടാകുകയും മനുഷ്യൻ്റെ കോൺഷ്യൻസ് അവിടുത്തെ മാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കണം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് RSSൻ്റെ ഒരു ആചാര്യപുരുഷനായിരുന്ന ശ്രീയും അതേപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ CPM നേതാക്കളൊക്കെ കൂടി എനിക്കൊന്ന് P. ജയരാജനൊക്കെ അതിനകത്ത് പ്രധാന പങ്കാളിയായിരുന്നു. അവരെ കൂടി ഇരുന്ന ഒരു ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ശമനം വന്നു എന്ന് നമുക്കറിയാവുന്നൊരു കാര്യം. അപ്പോൾ വലിയ മാറ്റം കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളെന്ന് പറയുന്നത് അവർക്ക് അറപ്പുള്ള കാര്യമായി മാറിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെയല്ല. ഓരോ ദിവസവും ഒരാളുടെ തല തെറിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. വളരെ ആവേശത്തോടുകൂടിയാണ് എന്നിട്ട് ഈ ആളുകൾ പഴയ റോമൻ കൊളോസിയങ്ങളിൽ നടന്നിരുന്ന ഗ്ലേഡിയേറ്റർമാരുടെ വിജയഗാഥകളെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുന്നതായിട്ടുള്ള ആളുകളെ പോലെ ഉള്ള ഒരു കാഴ്ചപ്പാട് വളരെയധികം അവർ പുലർത്തിയിരുന്നു. അപ്പോൾ നമ്മൾ അതിനിപ്പുറത്തിരുന്ന് ഈ തെക്കൻ കേരളത്തിലിരുന്ന് നമ്മൾ പറയും അത് കടത്തനാടൻ കളരിയുടെ ഒരു പാരമ്പര്യമാണ്, അവിടെ ഇങ്ങനെയാണ് ആളുകൾ എന്ന്. അങ്ങനെയല്ല, ആളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. മാറുന്ന സാഹചര്യത്തിനനുസരിച്ചും അതേപോലെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യബോധം ഈ തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കോട്ട് ആഞ്ഞു വീശി എന്നതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തെക്കൻ കേരളത്തിൽ എത്രയോ നേരത്തെ തന്നെ നമ്മൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും എന്ന് പറയുന്നത് വിരുദ്ധമാണ് എന്നുള്ള നിലപാടിലെത്തുകയും ആളുകൾ അങ്ങനെ ഭ്രാന്തമായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ മാറിയ ആ മാറ്റം കണ്ണൂരിൽ പക്ഷേ ബാധിച്ചിരുന്നില്ല. കണ്ണൂരിൽ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഇടത്തേക്കാണ് യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നത്. മോദി തന്നെ നേരിട്ട് നിയമിച്ചു എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെയും എനിക്ക് തോന്നുന്നത് CPM അടക്കമുള്ളതായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ രീതികൾക്കനുസരിച്ച് അവർ പാകപ്പെടാനുള്ള സാധ്യത. അല്ലാണ്ട് അദ്ദേഹത്തെ അവർക്കിഷ്ടമുള്ള രീതിയിലേക്ക് വളച്ചൊടിക്കാനും കഴിയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ യതീഷ് ചന്ദ്രയെ സംബന്ധിച്ചിടത്തോളം മാഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാർട്ടിയുടെ കൊടിയോ നിറമോ നോക്കാതെ, വ്യക്തികളുടെ മുഖമോ നോക്കാതെ നിയമം കർശനമായി നടപ്പാക്കുന്നവരാണ്. പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കണ്ണൂരിൽ എന്ത് നടക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ കുറേ CPM രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് നവീൻ ബാബുവിൻ്റെ കേസൊക്കെ അതിനൊരു ഉദാഹരണമായി വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം. ഈ 6 അംഗ സംഘത്തെ നിയമിച്ചിട്ട് പോലും ഒരു തീരുമാനമോ അല്ലെങ്കിൽ അതിലൊരു നടപടി വേണ്ട രീതിയിൽ കൊണ്ടുപോകാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അവിടേക്ക് യതീഷ് ചന്ദ്ര വരുമ്പോൾ സർക്കാരും ഈ യതീഷ് ചന്ദ്രയും തമ്മിലുള്ള ഒരു തുറന്ന പോരിന് വഴി തുറക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ആ ചോദ്യം എന്ന് പറയുന്നത് പ്രസക്തമാണ്. കാരണം സർക്കാർ നമുക്കറിയാം, ഇപ്പോൾ ഈ സർക്കാരിലെ എല്ലാ സർക്കാരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് കാര്യങ്ങളെ മാറ്റാൻ വേണ്ടിയാണ് അവരുദ്ദേശിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പോലീസായാലും പട്ടാളമായാലും അന്വേഷണ ഏജൻസികളായാലും ഒക്കെ തന്നെ ഭരിക്കുന്ന സർക്കാരിൻ്റെ അപ്പാരറ്റസാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉപകരണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ CBIക്ക് കൂട്ടിലടച്ച തത്ത എന്ന് പറയുന്ന പ്രയോഗത്തിന് പ്രസക്തി വരുന്നത്. ഹൈക്കോടതി പോലും അത്തരത്തിലുള്ള പ്രയോഗം നടത്തി എന്നുള്ളതാണ്. അതായത് ഭരിക്കുന്ന പാർട്ടി ഇത്തരം ഉപകരണങ്ങളെ മുഴുവനും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയായൊരു സമീപനമല്ല. അങ്ങനെയല്ല അവർ ചെയ്യേണ്ടത്. കാരണം പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിനകത്ത്
ജനങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ചും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും രാജ്യത്ത് ഭരണം നടക്കുന്നതിനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഉപകരണം എന്ന നിലക്കാണ് നമ്മൾ ഈ പോലീസ് സംവിധാനത്തെയും അതേപോലെ തന്നെ കോടതി സമുച്ചയങ്ങളെയൊക്കെ കാണുന്നു. അപ്പോൾ അത് ശരിയായ രീതിയിൽ നടക്കണം. നടക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. കണ്ണൂരിൽ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ആളുകളുടെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഒരു തോന്നലാണ് പൊതുവേണ്ടായിരിക്കുന്നത്. അത് പാടില്ല. ജനങ്ങൾക്ക് പോലീസ് സേനയിലും അതുപോലെ സർക്കാരിലൊക്കെ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ പോലീസ് കൃത്യമായിട്ടും മുഖം നോക്കാതെ അതുപോലെ പാർട്ടിയുടെ നിറം നോക്കാതെ ഇടപെടാൻ തയ്യാറാണ്. യതീഷ് ചന്ദ്ര അതിന് വളരെ പാകമായ യോഗ്യമായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് നമുക്കറിയാം. അതങ്ങനെ തന്നെ നടക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ പാർട്ടിയുമായിട്ട് ആദ്യം തന്നെ വലിയ സംഘർഷത്തിലേക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടി വരും. രണ്ടാമത് പാർട്ടിയുടെ ഒരു സർക്കാർ എന്ന നിലയ്ക്ക് പിണറായി സർക്കാരുമായിട്ട് ചിലപ്പോൾ സംഘർഷത്തിലേക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ പിണറായി സർക്കാരോ പാർട്ടിയോ യതീഷ് ചന്ദ്ര അദ്ദേഹത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതിയാൽ മാത്രമാണ് സംഘർഷം ഒഴിവാക്കപ്പെടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കണ്ണൂരിലെ മാത്രമല്ല മാഷേ, ഈ പോലീസ് സേന മൊത്തത്തിലൊരു അഴിച്ചുപണിയുടെ ആവശ്യകതയുണ്ട്. കാരണം ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള വിശ്വാസമില്ലായ്മ പോലീസിലേക്ക് വന്നിരിക്കുന്നു. സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുഴുവൻ പോലീസുകാർക്കെന്നല്ല ഞാൻ പറയുന്നത്, കുറേ പോലീസുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ നെഞ്ചത്ത് കയറി അവരെ ഭരിക്കുന്ന തരത്തിലേക്ക്, അവരെ സംരക്ഷിക്കേണ്ടവരാണ് ഞങ്ങൾ എന്നതിനപ്പുറം അവരെ ഭരിക്കേണ്ടവരാണെന്നുള്ള തരത്തിലേക്ക് പോലീസ് സേന കുറേ പേർ, പോലീസ് സേനയിലെ കുറേ ആളുകൾ മാറിയിരിക്കുന്നു. അവരെയൊക്കെ നേരെയാക്കാൻ പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവരാണ് എന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാൻ ഈ യതീഷ് ചന്ദ്രയെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം വളരെ അത്യാവശ്യമല്ലേ? അല്ല, പോലീസ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രദേശത്തെ നിയമപാലനം നല്ല രീതിയിൽ നടക്കും. പോലീസ് ചീത്തയാവുമ്പോൾ നിയമപാലനം ചീത്തയാവും. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാനായിട്ടുള്ള ധൈര്യം നമുക്കിപ്പോൾ ഇല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ പോലീസുകാർ നമ്മളോട് മോശമായിട്ടുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നത്. നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ, അവിടെ പരാതിക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ സമയത്ത് അവനെ പ്രതിയാക്കി പോലീസ് അവൻ്റെ ചെപ്പിക്കുറ്റിക്ക് കഴിയും ചിലപ്പോൾ അടിച്ചു വിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മോശമായ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ദുരന്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എനിക്കൊക്കെ പോലും പലപ്പോഴും അവിടെ പോകാനായിട്ട് ഭയമാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചീത്ത വിളിക്കും, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആളുകളുടെ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇപ്പോൾ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നു. വളരെ നല്ല കൺസെപ്റ്റാണ്. ജനങ്ങളോട് മാന്യമായിട്ടുള്ള രീതിയിൽ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും പോലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സേവനത്തിനുള്ളതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നൊരു കൺസെപ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിന് പകരം എന്താണ്, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും മദ്യപാനികളും അതേപോലെ തന്നെ അഴിമതിക്കാരും ഒക്കെയാണ്, പിടിച്ചുപറിക്കാർ, ഗുണ്ടകൾ. കഴിഞ്ഞ ദിവസമാണല്ലോ അനാശാസ്യത്തിനെ പോലീസിനെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പം ഇങ്ങനത്തെ ഒരു സ്വഭാവം, ഇങ്ങനത്തെ ഒരു രീതി അവരുടെ ഇടയിൽ കുറേയധികമാർക്കുണ്ട്. ഈ വരുന്ന ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ, കാക്കിക്കുള്ളിലെ പുഴുക്കുത്തുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആറ്റുങ്ങളെയൊക്കെ പിടിച്ച് നല്ല പടവെടുക്കാനായിട്ട് പറ്റിയാൽ യതീഷ് ചന്ദ്ര എന്ന് പറയുന്നതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ, പോലീസ് സേനയെ കുറച്ച് ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് പറ്റും. പോലീസ് ഡിസിപ്ലിൻഡ് ആയാൽ മതി. നിയമം പാലിക്കുന്ന ഒരു കാര്യത്തിൽ അവർക്ക് കർക്കശമുണ്ടാകുകയും അവർ കൈക്കൂലിക്കാരല്ലാതാവുകയും അഴിമതിക്കാരല്ലാതാവുകയൊക്കെ ചെയ്താൽ അതിൻ്റെ ഗുണം സമൂഹത്തിനുണ്ടാകും. പോലീസ് ഓഫീസേഴ്സ് നന്നായി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഒരു ഗവൺമെൻറ് ചട്ടുകമാകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പിണറായി വിജയനെ വിമർശിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അജിത് കുമാറിനെ പോലെയുള്ളതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും അഴിമതിക്കാരനാണ് എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചതെന്നല്ലാണ്ട് ആ അന്വേഷണത്തിലൂടെ എന്താണ് തെളിയിക്കപ്പെട്ടത് എന്ന് ഇതുവരെയും പുറത്തറിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ്, അത് അദ്ദേഹം പറയണത് കേൾക്കണം എന്ന് മാത്രം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. പിണറായി വിജയൻ പറയുന്നത് കേൾക്കണം സേന, അതിനുവേണ്ടി സേനയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പല വിഷയങ്ങളിലും അവരെഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് വായിക്കുന്ന ഒരു മെഗഫോൺ മാത്രമായിട്ട് മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ അത് ശക്തമായിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്.
പോലീസ് വകുപ്പിൽ നടക്കുന്ന എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് വായിച്ചുകൊണ്ടായിരിക്കരുത്. പകരം അല്ലാത്ത ഒരു പോലീസിനെ അപ്പുറത്തുള്ള ഒരു അന്വേഷണ സംവിധാനത്തിലൂടെ മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ മനസ്സിലാക്കി സത്യസന്ധമായിട്ട് ആ കാര്യങ്ങളെ വിലയിരുത്തി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അത് അദ്ദേഹത്തിന് കഴിയാറില്ല. കാരണം അദ്ദേഹം അത്രമാത്രം ഈ പോലീസുകാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പോലീസുകാർ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കെട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ 50 വാഹനങ്ങളുമായി ഈ നമ്മുടെ സമൂഹത്തിലൂടെ ചീറിപ്പാഞ്ഞൊക്കെ പോകുന്നു. അത് ഒരു തരത്തിലും ഒരു താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലെ തെറ്റും ശരിയും പരിശോധിക്കാത്തതായിട്ടുള്ള ഒരു മനുഷ്യനെ സംഭവിച്ചു പോകുന്ന ദുരന്തമാണ്. അത് മുഖ്യമന്ത്രിക്കാവുമ്പോൾ അതിൻ്റെ എല്ലാവിധമായ ദോഷങ്ങളും സമൂഹം അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ. അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അത് സമൂഹത്തിന് ഗുണകരമായി തീരും. മറിച്ചാണ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷം മുഴുവൻ നമ്മൾ സഹിക്കേണ്ടി വരും. നമ്മൾ പണം കൊടുത്ത് നമ്മൾ തീറ്റിപ്പറ്റി വളർത്തുന്ന ഈ സേന അവസാനം നമുക്ക് തന്നെ വലിയ ദോഷങ്ങൾ, നമുക്ക് തന്നെ വലിയ ദ്രോഹമുണ്ടാക്കുന്ന സംവിധാനമായി മാറും. യതീഷ് ചന്ദ്രയിൽ നിന്ന് നല്ല പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ഏറ്റവും ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സംവിധാനമായിട്ട് അത് മാറണം. അതിനുവേണ്ടി അദ്ദേഹം ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.